മുഹാജിർ എന്ന പേര് കേട്ടപ്പോഴേക്ക് പടക്കളത്തിലേക്ക് 3 സിംഹർ, അങ്ങനെയാ വൈദ്യർ പറയുന്നു, 3 സിംഹരാം, 3 സിംഹങ്ങളെ പോലെ ധൈര്യമുള്ള ആളുകൾ ചാടി വീണു. അവരാരാ? മുന്നിലെ ഉബൈദ, ഒന്നാമത്തേത് ഉബൈദ റളിയല്ലാഹു അൻഹു, പിന്നെ ഹംസ, രണ്ടാമത്തേത് ഹംസ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തേത് അലി റളിയല്ലാഹു അൻഹു. ഇവർ 3 പേരും ഉത്ബത്ത്, ശൈബത്ത്, വലീദിനോട് ജോഡിയായി നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാൻ ചുരുക്കി പറയാ. ഹംസ റളിയല്ലാഹു അൻഹു ശൈബത്തിനെ വകവരുത്തി, അലി റളിയല്ലാഹു അൻഹു വലീദിനെ വകവരുത്തി. ഉബൈദ റളിയല്ലാഹു അൻഹു മുത്തബത്തും തമ്മിൽ യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ തുടക്കൊരു വിട്ടുകൊള്ളുകയാ. ആ വിട്ടം ആയത്തിൽ കൊള്ളുന്ന ഉബൈദ റളിയല്ലാഹു അൻഹു പടക്കളത്തിൽ വീണുങ്ങനെ പിടയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് ഉത്ബത്തിനെ വകവരുത്തുന്നു. എന്നിട്ട് ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുത്തുകൊണ്ട് ഇലാ ഹളറത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൈമയിലേക്ക്, ടെന്റിലേക്ക് കൊണ്ടുപോയി വെച്ച് കിടത്തുകയാണ്. ഇരുപേരും അതിശയത്തിൽ പുകഴും ഹബീബുല്ലാഹ് തിരുമുമ്പെത്തി. സുഗന്ധേ ഉബൈദത്തെ എടുത്തത് സ്വരിത്ത് വരും വഴി കൊഴുവകൈതമ്മ. സ്വരയിൽ കുഴിച്ച ഉബൈദ തങ്ങളെ താങ്ങിയെടുത്ത് കൊണ്ടുവരുന്ന വഴിയിലെല്ലാം രക്തമിങ്ങനെ ധാരധാരയായി ഒഴുകുന്നുണ്ട്. എന്നിട്ട് അവർ ആ ഉബൈദ തങ്ങളെ കൊണ്ടുപോയി കിടത്തുകയാണ്. നികരറ്റവർ യാസീൻ ഹബീബുല്ലാന്റെ നേശത്തിരുമുമ്പിൽ കിടത്തിക്കൊണ്ടേ. നികരറ്റവർ യാസീൻ ഹബീബുല്ലാന്റെ, നികരറ്റവർ എന്ന് പറഞ്ഞാൽ നിഴലില്ലാത്ത മുത്തുനബി.